വെൽക്കം ബാക്ക് ടു പ്രീഷ്യസ് കളക്ഷൻ. നിങ്ങൾക്കെല്ലാവർക്കും മനുഷ്യയുടെ കളക്ഷൻസ് എല്ലാം ഇഷ്ടമായില്ലേ? ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് മറ്റൊരു കൂട്ടുകാരിയാണ്. നമുക്ക് ഈ കൂട്ടുകാരെ പരിചയപ്പെടാം. മോളുടെ പേരെന്താണ്? ഇഷ ജെയിംസ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5th. ഏത് സ്കൂളിലാണ്? ലേബർ ഇന്ത്യ. എന്ത് കളക്ഷനാണ് നമ്മുടെ കൊച്ചു ടിവിയിലെ കൂട്ടുകാർക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത്? എവിടെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്? ഡ്രോയിങ് റൂമിൽ. അപ്പം നമുക്ക് ഈ കൂട്ടുകാരുടെ കളക്ഷൻസ് എല്ലാം കാണാൻ പോവാം. കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ ഈശയുടെ പെയിൻറ്റിങ്സ്. ഈ പെയിൻറ്റിങ്സിനെ പറ്റി നമുക്ക് ഈശയോട് തന്നെ ചോദിക്കാം. എത്ര നാളായി ഈശ പെയിൻറ്റിങ്സ് തുടങ്ങിയിട്ട്? ചെറുപ്പം മുതൽ തുടങ്ങിയതാണ്. ഓരോ പടവും വരയ്ക്കുമ്പോൾ ഈശയുടെ മനസ്സിലോട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന പടം വരയ്ക്കണമെന്ന് എപ്പോഴാണ് തോന്നുന്നത്? എന്ത് കാണുമ്പോഴാണ് തോന്നുന്നത്? എന്തെങ്കിലും പുതിയ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അത് വരയ്ക്കണം തോന്നും. ഇപ്പോൾ ഇവിടെ ഈ വരച്ച് വെച്ചിരിക്കുന്ന പിക്ചേഴ്സൊക്കെ എന്തിനോട് താല്പര്യം തോന്നി വരച്ച പിക്ചേഴ്സാണ്? ഇങ്ങനെ ടി വിയിലൊക്കെ വെക്കുമ്പം ഇങ്ങനെ ഓരോരോ സാധനങ്ങളൊക്കെ കാണുമ്പം അതിനെക്കുറിച്ച് താല്പര്യം തോന്നി വരച്ചാണ്. പെയിൻറ്റിങ്സിനായിട്ട് ഈശ എന്തൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്? ക്രയോൺസ്. പിന്നെ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? പെയിൻറ്റിങ് കോമ്പറ്റീഷനിലൊക്കെ? ഇടയ്ക്ക്. എവിടെയാണ്? സ്കൂളിലാണോ? സ്കൂളിലും ഉണ്ട്, പുറത്ത്. പ്രൈസ് കിട്ടിയിട്ടുണ്ടോ? പ്രൈസ് കിട്ടിയിട്ടില്ല. അപ്പം നമ്മളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറെ എന്തൊക്കെ ഹോബീസാണ് ഈശയ്ക്കുള്ളത്? പിന്നെ വേറെ സിംഗിങ് ഡാൻസിങ് അത് പഠിക്കുന്നുണ്ടോ? സ്കൂളിൽ. പിന്നെ ആരാണ് ഇൻസ്പിറേഷൻ തന്നത് ഇത് വരയ്ക്കാനായിട്ട്, ഡ്രോയിങ്ങിലോട്ട് കുറേ കൂടെ കോൺസെൻട്രേഷൻ തരാനായിട്ട്? എൻ്റെ അച്ചാച്ചനാണ്. അച്ഛൻ സപ്പോർട്ട് ചെയ്യാറുണ്ടോ ഇതിനൊക്കെ? ടീച്ചേഴ്സിൻ്റെയും പാരൻസിൻ്റെയും കൂട്ടുകാരുടെയൊക്കെ അഭിപ്രായം എന്താണ് ഈശ വരയ്ക്കുന്നതിൽ? എല്ലാവരുടെയും നല്ല അഭിപ്രായമാണ്. ഈശ വരയ്ക്കുന്ന പടമൊക്കെ സ്കൂളിൽ കൊണ്ട് കാണിക്കാറുണ്ടോ? കൂട്ടുകാരെയൊക്കെ കാണിക്കാറുണ്ടോ? അവരുടെയൊക്കെ അഭിപ്രായം എന്താ? നല്ലതെന്ന് എല്ലാവരും പറയും. എന്തൊക്കെ പടമാണ് ഏറ്റവും കൂടുതൽ വരയ്ക്കാൻ ഇഷ്ടം? ഈ ചെറിയ ചെറിയ പടങ്ങളാണ്. സീനറീസ് ആണോ? എന്തുകൊണ്ടാണ് അതിനോട് താല്പര്യം കൂടുതൽ? അതറിയത്തില്ല. പാടായിട്ട് വരയ്ക്കാൻ തോന്നിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും പാടായിട്ട് വരയ്ക്കാൻ തോന്നിയിട്ടുണ്ടോ? ചില പടങ്ങൾ. എന്ത് പടങ്ങളാണ് അങ്ങനെ തോന്നിയിട്ടുള്ളത്? വലിയ കാട്, അങ്ങനത്തെ. ഈസി ആയിട്ട് തോന്നിയിട്ടുള്ള പടങ്ങൾ ഏതൊക്കെയാ? ചെറിയ പൂച്ച, മുയൽ, അങ്ങനത്തെ. ഏറ്റവും കൂടുതൽ വരയ്ക്കാൻ ഇഷ്ടമുള്ള പടം ഏതാ ഈശയ്ക്ക്? അങ്ങനെ വെച്ചാൽ എല്ലാ പടവും ഇഷ്ടമാണ്. എന്നാൽ ഒരു ഫേവറേറ്റ് ആയിട്ട് വരയ്ക്കാൻ, എപ്പോഴും വരയ്ക്കാൻ ഇഷ്ടമുള്ളത്? ഒരു പൂച്ചേനെ. ഈശയ്ക്ക് പടം വരയ്ക്കാൻ എവിടെ നിന്നാണ് ഇൻസ്പിറേഷൻ ലഭിച്ചത്? എൻ്റെ അച്ഛച്ചയുടെ നിന്നാണ്. അച്ഛൻ എന്താണ് വർക്ക് ചെയ്യുന്നത്? ആർട്ടിസ്റ്റാണ്. അപ്പം നമുക്ക് ഈശയുടെ അച്ഛനെ ഒന്ന് വിളിച്ചാലോ? ഈശ പറഞ്ഞു അങ്കിൾ ഒരു ആർട്ടിസ്റ്റ് ആണെന്ന്. അപ്പോൾ പാരമ്പര്യമായിട്ട് കിട്ടിയതായിരിക്കും അല്ലേ ഈ കഴിവ്? അങ്കിളിന്റെ പേരെന്താണ്? ജെയിംസ്. മോന്റെ പേരെന്താ? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ? ഈശയുടെ ഈ ഹോബി പറ്റി അങ്കിളിന് എന്താണ് പറയാൻ പറ്റുന്നത്? മോള് വരയ്ക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ട് പോകാറുണ്ട്. എൻ്റെ ചിത്രങ്ങളെക്കാൾ ഇഷ്ടം തോന്നിയ നിമിഷങ്ങളുണ്ട്. അങ്ങനെയാണ് കുട്ടി വരയ്ക്കണമെന്നുള്ള ആഗ്രഹം കൂടുതലായിട്ട് എനിക്ക് തോന്നിയതും അത് പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗം അങ്ങനെയാണ്. ഏത് ക്ലാസ് തൊട്ടാണ് ഈശയിലെ ഈ കഴിവ് നിങ്ങൾ തിരിച്ചറിഞ്ഞത്? തീരെ ചെറുപ്പം മുതലേ പുള്ളി ചിത്രങ്ങൾ ശ്രദ്ധിക്കുമായിരുന്നു. വരയ്ക്കാനായിട്ടുള്ള താല്പര്യം കാണിച്ചിട്ടുണ്ട്. മോനും ഇത് കാണിക്കുന്നുണ്ട്. ചിത്രകാരൻ്റെ കുട്ടികളായോണ്ടേ. പുറത്തുള്ളവരുടെയൊക്കെ അഭിപ്രായം എന്താണ് ഈശയുടെ ഡ്രോയിങ്സിനെ പറ്റി? നല്ല അഭിപ്രായമുണ്ട്. അപ്പോൾ ഈശ വലുതാകുമ്പോൾ ഒരു നല്ല ചിത്രകാരിയാകട്ടെ അല്ലേ? വലുതാകുമ്പോൾ ചിത്രകാരിയാണോന്ന് ആഗ്രഹമില്ലേ? കൂട്ടുകാരെ, നമ്മുടെ ഈശ ഭാവിയിൽ നല്ലൊരു ചിത്രകാരി ആട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇനി പ്രഷ്യസ് കളക്ഷനിൽ ഒരു ഫ്രണ്ട് കൂടെ വരാനിരിക്കുന്നതേ ഉള്ളൂ. നമുക്കത് ആരാണെന്ന് നോക്കാം.